ജനറൽ കാറ്റഗറിയിലെ ജീവനക്കാരുടെ നിയമന അംഗീകാരം സംബന്ധിച്ചും സർക്കാർ തുടർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനങ്ങൾക്ക് ആക്ട് പ്രകാരമുള്ള മുൻഗണനാ ക്രമം ചുവടെ ചേർക്കുന്നു. ചാപ്റ്റർ 4 സെക്ഷൻ 34 പ്രകാരം എ കാഴ്ച പരിമിതർ, ബി കേൾവി പരിമിതർ, സി സെറിബ്രൽ പാൾസി ഉയരക്കുറവ് രോഗം, കുഷ്ഠരോഗം മാറിയവർ, ആസിഡ് ആക്രമണത്തിന്റെ ഇരകൾ, ജനിതക പേശി രോഗങ്ങളുള്ളവർ തുടങ്ങിയവർ അനുഭവിക്കുന്ന ചലന വൈകല്യം, ഓട്ടിസം, ബൗദ്ധിക വൈകല്യം, പഠന വൈകല്യം, സവിശേഷ പഠന വൈകല്യം, മാനസിക രോഗം, ഓരോ ഭിന്നശേഷിക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന തസ്തികകൾ വകുപ്പ് എ മുതൽ ഡി വരെയുള്ളവർക്ക് ബഹുവൈകല്യങ്ങൾ, ഇതിൽ കാഴ്ച പരിമിതരും കേൾവി പരിമിതരും ഉൾപ്പെടുകയാണ്. 2016 RPWD ആക്ട് ചാപ്റ്റർ 4 സെക്ഷൻ 34 2 പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിലെ മേൽപ്പറഞ്ഞ 5 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിന് നൽകേണ്ട തസ്തികയിൽ ആ വിഭാഗത്തിന്മേലുള്ള ആൾ ലഭ്യമല്ലെങ്കിൽ പ്രസ്തുത തസ്തിക ആ റിക്രൂട്ട്മെന്റ് വർഷം മുഴുവൻ ഒഴിച്ചിടുകയും അടുത്ത റിക്രൂട്ട്മെന്റ് വർഷം ഭിന്നശേഷിയിലെ മറ്റ് കാറ്റഗറിയിൽ പെട്ട ആളിനെ നിയമിക്കപ്പെടേണ്ടതും പ്രസ്തുത കാറ്റഗറിയിലും ആൾ ലഭ്യമല്ലാത്ത വരുമ്പോൾ മാത്രമേ ഓപ്പൺ ജനറൽ കാറ്റഗറിയിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ കഴിയുകയുള്ളൂ. സാർ, ഭിന്നശേഷി സംവരണം പാലിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എയ്ഡഡ് സ്കൂളുകളിലെ ആകെ തസ്തികകളെ കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. 1 പ്രൈമറി, 2 സെക്കൻഡറി, 3 നോൺ ടീച്ചിങ്, 4 ഹയർ സെക്കൻഡറി സീനിയർ, 5 ഹയർ സെക്കൻഡറി ജൂനിയർ, 6 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീനിയർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജൂനിയർ. സാർ, സംസ്ഥാനത്തെ ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ 2018 നവംബർ മാസം 18-നും 2021 നവംബർ മാസം 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊവിഷണലായും 2021 നവംബർ 8-ന് ശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും നിയമനം നൽകുന്നതിനുമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചത്. ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്ന മാനേജ്മെന്റുകളുടെ കീഴിലാണ് സ്കൂളുകളിൽ മേൽ പരാമർശിച്ച നിയമനങ്ങൾ ക്രമീകരിക്കുവാനും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. അതായത് ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കി ബാക്ക്ലോഗ് പരിഹരിച്ച് മാനേജർ നിയമിക്കുകയും പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന മുറയ്ക്കോ 2016 RPWD ആക്ട് സെക്ഷൻ 34 2 പ്രകാരം നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്കോ പ്രസ്തുത കാറ്റഗറിയിൽ പ്രൊവിഷണലായും ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ട നിയമനങ്ങൾക്ക് നിയമന തീയതി മുതൽ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ച് റെഗുലറൈസ് ചെയ്യാവുന്നതാണ്. ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 50ഓളം നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷി നിയമനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി നടപ്പിലാക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒരു കൈപ്പുസ്തകം സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാർ, സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനം സമയബന്ധമായി പൂർത്തീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒക്ടോബർ 30 ഇടക്കാല ഉത്തരവിലെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ച് 2025 മാർച്ച് 24 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സാർ, ഇതിന്റെ ഭാഗമായി സെക്കൻഡറി തലം വരെയുള്ള ജില്ലാ സമിതികളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സാർ, ജില്ലാ സമിതികൾ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും മാനേജർമാർ നേരിട്ടും 1500ഓളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമനം നൽകിക്കഴിഞ്ഞു. ജില്ലാ സമിതികൾ മുഖേനയുള്ള ആദ്യഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യോഗ്യരായ 431 ഉദ്യോഗാർത്ഥികൾക്ക് കൂടി 2026 ജനുവരി മാസം 24-ന് നിയമന ശുപാർശ നൽകി. അവശേഷിക്കുന്ന ഒഴിവുകൾ നികത്താനായി ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നതാണ്. സാർ, ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2026 ജനുവരി മാസം 26-ൽ സർക്കുലർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് NSS ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്തു. അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. സാർ, പ്രസ്തുത കേസിൽ NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്കും നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4-ന് വിധി പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിൽ NSSന് നൽകിയ അനുമതി തങ്ങൾക്കും ബാധകമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാനേജർമാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമവകുപ്പിന്റെയും നിയമോപദേശം ആരാഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതി ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്നതാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്.
ഈ കേസ് 2026 ഫെബ്രുവരി മാസം 2 കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് 2026 ഏപ്രിൽ 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ കേസ് സർക്കാരിന് വേണ്ടി ബാധിക്കുന്നതിനായി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകരുടെ ആശങ്കകളെ കുറിച്ചും സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നവരെ 2018 നവംബർ മാസം 18-നും 2021 നവംബർ മാസം 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും അതിനുശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. കോടതി വിധിക്ക് അനുസൃതമായി മാത്രമേ സർക്കാരിന് ഉത്തരവുകൾ ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ ഉത്തരവിൽ പ്രൊഫഷണൽ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് പിൻ നമ്പർ, ലീവ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, PF സ്ഥാനക്കയറ്റം തുടങ്ങിയ സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വയമേ സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് നിലവിൽ പ്രൊഫഷണലായും ദിവസവേതനാടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ ക്രമീകരണം നടത്തുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. സാർ, അതിനായി നിയമപരമായി ചെയ്യാവുന്ന എല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. NSS മാനേജ്മെന്റ് ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് സമാന രീതിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ബാധകമാക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്.